ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കെമിസ്ട്രി ക്വിസുമായിട്ടാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം ഏതാണ്? ഉത്തരം ആറ്റമോസ്. ആറ്റം എന്ന വാക്കിനർത്ഥം എന്താണ്? ഉത്തരം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ 1807. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ 1807. ഓരോ മൂലക ആറ്റത്തിനും നിശ്ചിത മാസ്സുണ്ടെന്ന് സ്ഥാപിച്ച സിദ്ധാന്തമാണ്. അടുത്ത ചോദ്യം, പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളാൽ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാർ ആരാണ്? ഉത്തരം ലൂസിപ്പസ്, ഡെമോക്രിറ്റസ്. അടുത്ത ചോദ്യം, പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണെന്ന് വാദിച്ച തത്വചിന്തകൻ ആരാണ്? ഉത്തരം പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അടുത്ത ചോദ്യം, പദാർത്ഥങ്ങൾ അവിഭാജ്യകണങ്ങളാൽ നിർമ്മിതമാണെന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരാണ്? ഉത്തരം ലൂക്രീഷ്യസ്. അടുത്ത ചോദ്യം, ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ്. അടുത്ത ചോദ്യം, റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം നീൽസ് ബോർ. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചതാരാണ്? ഉത്തരം നീൽസ് ബോർ. 1908 രസതന്ത്രത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ്. അടുത്ത ചോദ്യം, പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃക ഏതാണ്? ഉത്തരം തോംസൺ മോഡൽ ഓഫ് ആറ്റം. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാണ്? ഉത്തരം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? ഉത്തരം പോസിറ്റീവ്. ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലുപ്പം എത്രയാണ്? 10⁵ ഇരട്ടി. ആറ്റത്തിൻ്റെ മുഴുവൻ മാസ്സും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ന്യൂക്ലിയസിൽ. ന്യൂക്ലിയസിലെ കണങ്ങളാണ് എന്ത്? ഉത്തരം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. അടുത്ത ചോദ്യം, ആറ്റത്തിൽ ഭാരം കൂടിയ കണം ഏതാണ്? ഉത്തരം ന്യൂട്രോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഉത്തരം പ്രോട്ടോൺ. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണം ഏതാണ്? ഉത്തരം പ്രോട്ടോൺ. അടുത്ത ചോദ്യം, ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഉത്തരം ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഉത്തരം ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എങ്ങനെയായിരിക്കും? ഉത്തരം തുല്യമായിരിക്കും. അടുത്ത ചോദ്യം, സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ആര്? ഉത്തരം ഇലക്ട്രോൺ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം മില്ലിഗൻ. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം ജോൺസ്റ്റോൺ സ്റ്റോണി. അടുത്ത ചോദ്യം, ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവങ്ങൾ വേവ് നേച്ചർ, കണിക സ്വഭാവങ്ങളും പാർട്ടിക്കിൾ നേച്ചറും എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഡുവൽ നേച്ചർ, ദ്വന്ദ്വ സ്വഭാവം. അടുത്ത ചോദ്യം, ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് അഥവാ പോസിറ്റീവ് ഉള്ളതുമായ കണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിട്രോൺ എന്ന് പറയുന്നത്. ഈ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടികളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം
പോൾ ഡിറാക്ക്. പ്രോട്ടോണിന് തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങൾ എന്താണ്? ഉത്തരം ആൻറ്റി പ്രോട്ടോൺ. ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണങ്ങൾ ഏതാണ്? ഉത്തരം ന്യൂട്രോണുകളും ആൻറ്റി ന്യൂട്രോണുകളും. ന്യൂട്രോണിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം വൂൾഫ് ഗാങ് പോളി. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ. ഉത്തരം ആൻറ്റി ന്യൂട്രോൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡി ഡൈസൺ. ആൻറ്റി പ്രോട്ടോണുകൾ കണ്ടുപിടിച്ചത് ചാംബർലെയ്ൻ സെഗ്രെ ഇൻ. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്ക്. ആറ്റത്തിലെ സൗരയൂഥ മാതൃക ന്യൂക്ലിയർ മാതൃക കണ്ടുപിടിച്ച വ്യക്തി റൂദർഫോർഡാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയെ എന്താണ് പറയുക? ഉത്തരം ഓർബിറ്റുകൾ. അടുത്ത ചോദ്യം. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഉത്തരം ദിമിത്രി മെൻഡലിയേവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഉത്തരം ഹെൻറി മോസ്ലി. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങൾ എത്രയാണ്? ഉത്തരം 118. സ്വാഭാവിക മൂലകങ്ങൾ എത്രയാണ്? ഉത്തരം 92. 92ാമത്തെ മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം. പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം. ആറ്റോമിക് നമ്പർ 92ന് മുകളിൽ വരുന്നതും കൃത്രിമമായ നിർമ്മിച്ചതുമായ മൂലകങ്ങൾ ഏതാണ്? ഉത്തരം സിന്തറ്റിക് മൂലകങ്ങൾ. അടുത്ത ചോദ്യം. യുറേനിയത്തിനു ശേഷം വരുന്ന മൂലകങ്ങൾ ഏതെല്ലാം? ഉത്തരം ട്രാൻസ് യുറേനിക് മൂലകങ്ങൾ. അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഏതാണ്? ഉത്തരം ഒഗോനെസ്റ്റോൺ. ആറ്റോമിക് നമ്പർ 118. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ഉത്തരം ടെക്നീഷ്യം. ആറ്റോമിക് നമ്പർ 43. ടെക്നീഷ്യം കണ്ടുപിടിച്ചവർ ആരാണ്? ഉത്തരം എമിലിയോ സെഗ്രെ കാർലോ പെരിയാർ. അടുത്ത ചോദ്യം. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് എന്ത്? ഉത്തരം ട്രാൻസിഷൻ എലമെൻറ്റ് അഥവാ സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്കിൻ്റെ മൂലകങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം സംക്രമണ മൂലകങ്ങൾ. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അടുത്ത ചോദ്യം. മൃദുലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ഉത്തരം ലിഥിയം. ആദ്യത്തെ ആൽക്കലി ലോഹവും ലിഥിയമാണ്. ഏറ്റവും ലഘുവായ ലോഹം ഏതാണ്? ഉത്തരം ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ലിഥിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം സോഡിയം, പൊട്ടാസ്യം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതാണ്? ഉത്തരം സോഡിയം, പൊട്ടാസ്യം. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനാൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം സോഡിയവും പൊട്ടാസ്യവും. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഏതാണ്? ഉത്തരം സോഡിയം. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യം. മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യം. വെടിമരുന്ന് കത്തുമ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ്? ഉത്തരം കാൽസ്യം. ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ്? ഉത്തരം സ്ട്രോണേഷ്യം. വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്നത് ഏതാണ്? ഉത്തരം ബേരിയം. അടുത്ത ചോദ്യം. എക്സ്റേ ട്യൂബിൻ്റെ വിൻഡോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ബെർലിയം. അടുത്ത ചോദ്യം.
ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വ്രാപ്പർ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. അടുത്ത ചോദ്യം, സിന്ധികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. സിഗരറ്റ് റാപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. ഉരുക്കി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾ ഏതാണ്? ഉത്തരം ടിന്നും ലെഡും. ടിന്ന് വെളുത്തിയും ലെഡ് കറുത്തിയും. ഓക്കെ, അടുത്ത ചോദ്യം, പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ലെഡ്. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹം ഏതാണ്? ഉത്തരം ലെഡ്. പെട്രോളിൽ ആൻറ്റി നോക്കിൻ ഏജൻ്റായി ചേർക്കുന്നത് ഏതാണ്? ഉത്തരം ലെഡ്. മനുഷ്യൻ ഏറ്റവും ഹാനികരമായ ലോകം ഏതാണ്? ഉത്തരം ലെഡ്. ഇനി പാർട്ട് 2 കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.